നമ്മുടെ അക്രിലിക്കിനെ കുറിച്ചുള്ള കുറച്ച് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഹായ്, അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ അക്രിലിക്കിനെ കുറിച്ചുള്ള കുറച്ച് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഒരുപാട് കമൻസും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് കോമൺലി വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പം അതിൻ്റെ ഒരു ക്ലാരിറ്റി എങ്ങനെയാണ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളൊരു വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം അക്രിലിക്കിനെ കുറിച്ച് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഇടയിൽ വന്നിട്ടുള്ള കമൻസ് ആണ് കേട്ടോ. അപ്പോൾ അതിനൊരു റിപ്ലൈ ആയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ, അതിന് നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നത്. അപ്പം എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് കാണുക, എന്നിട്ട് കമൻറ്റ് ചെയ്യുക കേട്ടോ. അത് തീർച്ചയായിട്ടും വീഡിയോ ഫുള്ള് നിങ്ങൾ കണ്ടിട്ട് കമൻറ്റ് ചെയ്യുക, കാരണം അത്യാവശ്യം ഞാൻ ക്ലിയർ ചെയ്തിട്ടാണ് വീഡിയോ ചെയ്യാറുള്ളത്. അപ്പം നിങ്ങൾക്ക് ആ ഒരു ക്ലാരിറ്റി ഓക്കെ ആണ്, എന്നിട്ട് ഫുൾ കണ്ടിട്ട് നിങ്ങൾക്കത് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ വന്ന് കമൻറ്റ് ചെയ്ത് അല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്ത് ചോദിക്കുക, നമുക്കതിൻ്റെ റിപ്ലൈ തരാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ എന്തായാലും ഫുള്ളായിട്ട് കാണാം. അപ്പം ഇത് ഒരു A3 സൈസിൽ വരുന്ന ഒരു നിക്കാഹിനാമയാണ്. അപ്പം ഇത് എൻ്റെ ബ്രദറിൻ്റെ നിക്കാഹിൻ്റെ ആണ് കേട്ടോ. അപ്പം അതിൽ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഇതിൽ കുറച്ച് എനിക്ക് ഇൻസ്റ്റയിൽ ഇടാൻ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ അന്ന് തിരക്കിൻ്റെ സമയത്ത് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒന്നുകൂടി ആ വീഡിയോ ഒന്ന് മര്യാദയ്ക്ക് എടുക്കാൻ വേണ്ടിയിട്ട്, റീലിടാൻ വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് എടുത്ത് അവനോട് വരുമ്പോൾ കൊണ്ടുവരാൻ പറഞ്ഞാണ് കേട്ടോ. അപ്പോൾ അന്ന് ഞങ്ങൾക്ക് തിരക്കിനിടയിൽ ഇതിന് നല്ല കറക്റ്റ് നല്ല വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അതൊന്നുമല്ല ഇപ്പോൾ പറയുന്നത്. അപ്പം നമ്മളിന്നിപ്പം പറയാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മുടെ നിക്കാഹിനാമൻ്റെ ഈ പീസിനൊക്കെ പറയുന്ന പേരാണ് അക്രിലിക്കാണ്, ഗോൾഡൻ അക്രിലിക് അല്ലെങ്കിൽ ഗോൾഡൻ മിറർ എന്നൊക്കെ പറയും. അപ്പം ഇതിൻ്റെ സൈസ് എങ്ങനെയാണ് എടുക്കുക എന്നുള്ള ഒരുപാട് ഡൗട്ടായിട്ട് കമൻ്റായിട്ട് പേഴ്സണലി മെസ്സേജസൊക്കെ വരാറുള്ളത്. അപ്പം ഇതിലിപ്പം വരുന്നത് ഇതുപോലൊരു കോർണർ, ഇവിടെ ഒരു കോർണർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഞാനൊരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ സെൻറ്ററിൽ ഇതുപോലൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ ഡേറ്റിൻ്റെ ഒരു പീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു കോർണർ ഡിസൈന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതുപോലൊരു ബേസ് ബോർഡ് നമ്മൾ ആദ്യം ഉണ്ടാക്കിയെടുക്കല്ലോ. അത് ചെയ്തതിന് ശേഷം നമുക്കിത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓൾറെഡി ചെയ്ത് വെച്ചവരുണ്ടെങ്കിൽ അവർക്ക് കറക്റ്റ് അറിയണ്ടാവും. അപ്പോൾ ഇതുപോലുള്ളൊരു സ്കെയിൽ എടുക്കുക. സ്കെയിൽ എടുത്തതിന് ശേഷം ഇങ്ങനെ മെഷർ ചെയ്യുക, കണ്ട എത്രയാണ് എന്നുള്ളത്. ഇതിപ്പം ഒരു 7 സെൻറ്റിമീറ്റർ ആണ് ഈ ഒരു സൈസ് വരിക. അതുപോലെ ഇവിടെയും ആ ഒരു സെയിം സൈസ് തന്നെയാണ് വരിക. ഇപ്പം നമ്മൾ എടുക്കുന്ന ഡിസൈൻസിനനുസരിച്ച് നമുക്ക് അറിയാമായിരിക്കുമല്ലോ എങ്ങനെ ആയിരിക്കും അതിൻ്റെ സൈസ് വരിക എന്നുള്ളത്. അപ്പം ഇപ്പം ഇവിടെ സെയിം ലെങ്ത്ത്, ഇവിടെയും സെയിം ആ ഒരു സൈസ് വരുന്ന രീതിയിൽ നമ്മൾ അളന്നിട്ട് ഈ ഒരു മെഷർമെൻ്റ് ആണ് നമ്മൾ കോർണർ ഡിസൈനിന് വേണ്ടിയിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് അതിൻ്റെ ഷോപ്പിൽ. പിന്നെ ഈ ഒരു ഇതെന്ന് ഞാൻ കോമൺലി നമുക്ക് എത്ര വേണം നമ്മളിങ്ങനെ വെച്ച് നോക്കുക, ബോർഡിൻ്റെ മുകളിൽ വെച്ച് നോക്കുക. എന്നിട്ട് എത്ര സൈസ് നിങ്ങൾക്ക് ഡേറ്റ് കൊടുക്കണം, എത്ര ഹൈറ്റ് കൊടുക്കണം എന്നുള്ള ഈ ഒരു സൈസും ഇതുപോലെ തന്നെ സ്കെയിൽ വെച്ചിട്ട് മെഷർ ചെയ്യുക. പിന്നെ ഉള്ളത് എന്ന് പറയുന്നത് ഈ ഡിസൈന് പല ഡിസൈൻസ് വരും. ഈ ഒരു ഡിസൈൻ അനുസരിച്ചിട്ട് ഇതിൻ്റെ ഒരു ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയാണ് വരിക. അപ്പം നിങ്ങൾക്ക് നമ്മുടെ സോഫ്റ്റ് കോപ്പി കണ്ടാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും അതിനൊരു ഹൈറ്റ് നമുക്ക് ഏകദേശം എത്ര വരണം ആ ഒരു ഫുൾ ഡിസൈന് വേണ്ടിയിട്ട്. അപ്പോൾ അത് ജസ്റ്റ് ഇതിലിങ്ങനെ വെച്ചിട്ട് ആ ഒരളവെടുക്കുക എത്രത്തോളം വേണം എന്നുള്ളത്. ഈ ഒരു സൈസാണ് നിങ്ങൾ ഈ അക്രിലിക്കിൻ്റെ ഷോപ്പ് പോയിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് അവരുടെ അടുത്ത്. അപ്പം ഇതുപോലെ നമ്മൾ സൈസ് അവരുടെ അടുത്ത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർ ആ രീതിയിൽ അവർ കോമൺലി യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് ക്യാൻവ ഒന്നും ആയിരിക്കില്ല. അവർ യൂസ് ചെയ്യുക ഫോട്ടോഷോപ്പ്, അഡോബ് ഇല്ലുസ്ട്രേറ്റർ അതുപോലുള്ള പ്രൊഫഷണലി യൂസ് ചെയ്യുന്ന എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ടായിരിക്കും അവർ ഈ വർക്ക് ചെയ്യുന്നുണ്ടാവുക. അപ്പം അവർ അതിൽ എഡിറ്റ് ചെയ്തിട്ട് ആ ഒരു സൈസിൽ അവർ എഡിറ്റ് ചെയ്തിട്ട് പിന്നെ നമ്മുടെ ആ ഒരു മെഷീനിലേക്ക് ലേസർ കട്ടിങ് മെഷീനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫയൽ ട്രാൻസ്ഫർ ചെയ്യുന്ന ആപ്പ് ഉണ്ട്. അപ്പം അതിലേക്ക് ചെയ്തെങ്ങാനാണ് അവർ ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്തത്. പിന്നെ അതിൻ്റെ കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല.
അവരുടെ അടുത്ത് നമ്മൾ ഈ ഒരു സൈസ് പറഞ്ഞു കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ജസ്റ്റ് ആ ഒരു ഫോട്ടോഷോപ്പിലോ എന്തെങ്കിലും വെച്ചാൽ ഇല്ലുസ്ട്രേറ്ററിലോ എഡിറ്റ് ചെയ്തതിന് ശേഷം അതിലായി ട്രാൻസ്ഫർ ചെയ്യുന്ന വേറെ രീതിയിലാണ്. അപ്പം ആ ഒരു രീതിയിൽ എഡിറ്റ് ചെയ്തിട്ട് അവർക്ക് വേണ്ട രീതിയിൽ, അപ്പം ഇപ്പോൾ ഒരുപാട് തിക്നെസ്, അതായത് ഒരുപാട് നേരോ ആയിട്ടുള്ള ഡിസൈൻസ് ഒന്നും കൊടുക്കാതിരിക്കുക. ഈ ഒരു വീതിയൊക്കെ കണ്ടോ, ഇതൊക്കെ ഈ ഭയങ്കര നേരമായിട്ടൊക്കെ വരുമ്പം ആ ഒരു ലേസർ കട്ടിങ് മെഷീനിൽ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭയങ്കര സ്ക്രാച്ച് വീണ് ഭയങ്കര ഒരു ക്രാക്കൊക്കെ ആയി വൃത്തികേടായിട്ട് പോകും. അപ്പം അതുകൊണ്ട് അധികവും നമ്മൾ എടുക്കുന്ന ഡിസൈൻ എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഇങ്ങോട്ട് ഇങ്ങനെ വീതിയൊക്കെ വരുന്ന രീതിയിലുള്ള ഡിസൈൻസ് സെലക്ട് ചെയ്യുക. അതുപോലെ കോർണർ ഡിസൈൻസൊക്കെ ചെറുത് നാരോ ആയിട്ടുള്ള ഡിസൈൻസൊക്കെ എനിക്ക് പലരും അയച്ചു തരാറുണ്ട്. അപ്പം അതൊന്നും നമുക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കട്ട് ചെയ്യാൻ പറ്റും, പക്ഷേ ചിലത് അത് പൊട്ടിപ്പോവും കട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പം. ചിലപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ നമ്മളെ കൈമ കിട്ടുമ്പോൾ ആയിരിക്കും അത് പൊട്ടിപ്പോവുക. പിന്നെ വരുന്ന ഇഷ്യൂ എന്ന് പറയുന്നത് ഭയങ്കര സ്ക്രാച്ച് പോണ, വൃത്തിയില്ലാതെ, ഒരു മിറർ എന്ന് പറയുമ്പോൾ ഒരു തിളക്കം ഉണ്ടാവില്ല, അപ്പോൾ അതില്ലാത്ത രീതിയിലൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ സെലക്ട് ചെയ്യുന്ന ഡിസൈൻസ്, പിന്നെ അവർ നമ്മൾ പറഞ്ഞിട്ട് കാര്യമല്ല, നമ്മൾ കൊടുക്കുന്ന ഡിസൈനിന് പ്രശ്നം കൊണ്ടായിരിക്കും ചിലപ്പം നമുക്ക് നല്ല ക്ലാരിറ്റി ഉള്ള ഇതുപോലത്തെ കട്ടിങ്സ് കിട്ടാതിരിക്കുക. കാര്യം ഇതുപോലുള്ള ഡിസൈൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്തെടുക്കാറുള്ളത് എന്ന് പറഞ്ഞാൽ, ഇപ്പം ഫസ്റ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് വേണ്ട ഡിസൈൻ എന്തൊക്കെയാണ്, നമുക്ക് ഒരുപാട് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കോർണർ ഡിസൈൻസ്, അക്രിലിക് കട്ടിങ് ഡിസൈൻസ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ബോർഡർ ഡിസൈൻസ് അങ്ങനെയൊക്കെ സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പിക്സും ഡിസൈൻസും ഒക്കെ അവൈലബിൾ ആണ്. പിൻട്രസ്റ്റിൽ കിട്ടും, ഗൂഗിളിൽ കിട്ടും, ഒക്കെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അതിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന നമ്മൾ ഉദ്ദേശിക്കുന്ന ഡിസൈൻസ് ഏതാണോ അത് സെലക്ട് ചെയ്തിട്ട് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളും നമ്മുടെ വേണ്ട ഡിസൈൻസ് എടുത്തിട്ട് നമ്മളത് ക്യാൻവയിലോ, അപ്പം ക്യാൻവയിൽ എങ്ങനെ എഡിറ്റ് ചെയ്യുക കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് ഇടാം. അപ്പം ഈ ഒരു സംഭവം, അതായത് നമ്മൾ നിക്കാഹിനാമൻ്റെ സൈസ്, അക്രിലിക്കിൻ്റെ സൈസ് എങ്ങനെ എടുക്കുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. പിന്നെ വേറൊരു ഡൗട്ട് എന്ന് പറയുന്നത്, നമ്മൾ നിക്കാഹിനാമ ബുക്ക്ലെറ്റ് ചെയ്യുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഒക്കെ വേണം ഞാൻ ഐക്കാർഡിൽ കൊടുക്കാം കേട്ടോ. അപ്പം അതിൽ ഇപ്പം ഈ ഒരു 2 ബോർഡ് നമ്മൾ ഇങ്ങനെ ജോയിൻ ചെയ്ത് സ്റ്റിക്ക് ചെയ്യുന്ന സമയത്ത് അത് മര്യാദയ്ക്ക് ഇങ്ങോട്ട് അടയ്ക്കാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ച് ആൾക്കാർ ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് നമ്മൾ ഈ ഒരു 2 ബോർഡ് വെക്കുന്ന സമയത്ത് ഈ സെൻറ്ററിലുള്ള ഒരു ഗ്യാപ്പ്, അത്യാവശ്യം കുറച്ച് ഗ്യാപ്പ് വെച്ചിട്ട് തന്നെ ഒരു 1 സെൻറ്റിമീറ്ററോ അല്ലെ ആ ഒരു 1 സെൻറ്റിമീറ്ററൊക്കെ സൈസ് ഗ്യാപ്പ് വെച്ചിട്ട് എന്താക്കുക, ആ ഒരു ബോർഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഇത് ഫോൾഡ് ചെയ്യുന്ന സമയത്തുള്ള ആ ഒരു മര്യാദയ്ക്ക് അടയ്ക്കാൻ പറ്റാത്തൊരു പ്രശ്നമുണ്ടല്ലോ, അത് ഒഴിവാക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഈ ഒരു നിക്കാഹിനാമ എന്ന് പറയുന്ന ഈ ഒരു ബോർഡ് മാത്രം ഞാൻ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് A4 സൈസിലുള്ളതാണ്. നേരത്തെ ഒക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു A3 സൈസിലുള്ളതായിരുന്നു. അതായത് A3 സൈസിനെക്കാട്ടിലും പകുതി സൈസായിരിക്കും ഒരു A4 സൈസ് ആയിട്ടുള്ള ബുക്ക്ലെറ്റിന് ഉണ്ടാവുക. അപ്പോൾ കസ്റ്റമറിൻ്റെ അനുസരിച്ചിട്ട് അവർക്ക് വേണ്ട സൈസിൽ ചെയ്ത് കൊടുക്കാൻ പറ്റുമല്ലോ. അപ്പം ആ ഒരു രീതിയിൽ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കണ്ടത് A3 ആണ് അടിയിലുള്ളത്, ഇതിന് മുകളിലുള്ളത് A4 സൈസിലാണ്. അപ്പം ഇതിലിപ്പം പ്ലെയിൻ ആയിട്ടുള്ളതുപോലൊരു നമ്മൾ ഇത് ചെയ്തതിന് ശേഷം സ്കെയിൽ വെച്ചിട്ട് നമുക്ക് ഏതൊക്കെ കോർണേഴ്സ്, സെൻറ്ററിൽ ഏത് ഡിസൈനാണ് കൊടുക്കുന്ന അതിൻ്റെ സൈസ്, അതൊക്കെ നമുക്ക് മെഷർ ചെയ്ത് വെച്ചിട്ട് പിന്നെ അവരുടെ അടുത്ത് പറഞ്ഞാൽ നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം നമ്മുടെ നിക്കാഹിനാമ ചെയ്യുന്ന സമയത്ത് അതിൽ അക്രിലിക് ഏത് സൈസിലാണ് നമ്മൾ എടുക്കേണ്ടത്, എങ്ങനെയാണ് എടുക്കേണ്ടത് കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതുപോലെ എല്ലാവരും സ്കെയിൽ വെച്ചിട്ട് സൈസ് മെഷർ ചെയ്ത് ഞാൻ എഡിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു PDF ഫയലാക്കിയിട്ട് നമ്മൾ ഈ ലേസർ കട്ടിങ് ഷോപ്പിൽ നമ്മൾ കൊടുക്കുക, അതായത് അക്രിലിക് കട്ടിങ് ഷോപ്പ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഡിസൈൻസൊക്കെ അക്രിലിക് കട്ട് ചെയ്തെടുക്കുന്ന ലേസർ കട്ടിങ് മെഷീൻ വെച്ചിട്ടാണെന്നുള്ളത് നമ്മുടെ
കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ആ വീഡിയോയിൽ പോയിട്ട് ചെക്ക് ചെയ്യുക. അപ്പം ഈ നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ഇപ്പോൾ ഈ ഒരു കറക്റ്റ് ഡിസൈനിൽ ഇനി നെക്സ്റ്റ് ഉള്ള പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ ആയിട്ട് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് എന്തായാലും ചെയ്യുന്നതാണ്. അപ്പോൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം നമുക്കിതുപോലുള്ള ടിപ്സും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോസ് എന്തായാലും മുന്നോട്ടുണ്ടാവും. പിന്നെ ക്രിയേറ്റീവ് ക്രാഫ്റ്റ് തന്നെയാണല്ലോ നമ്മുടെ, പിന്നെ കുറച്ച് മിനി വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു കുഞ്ഞു ചാനൽ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും ഉണ്ടാവണം. അപ്പം ഈ നെക്സ്റ്റ് എഡിറ്റിംഗ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോ ഞാൻ നെക്സ്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പം ഇതിൽ അതിനുശേഷം നമ്മൾ ഒരു PDF ഫയലാക്കിയിട്ട് അത് നമ്മൾ ആ ഒരു ഷോപ്പ് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ അതിലെന്തെങ്കിലും കറക്ഷൻസ് കാര്യങ്ങളോ വേണോ എന്നുള്ളതൊക്കെ അവരും നമുക്ക് ചെയ്തു തരും. അപ്പം അതിനനുസരിച്ചിട്ട് ചെയ്ത് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പം ഇതാണ് നമ്മൾ സൈസ്. അപ്പം ആ സമയത്ത് നമ്മൾ അവർക്ക് PDF ഫയൽ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഈ സ്കെയിലിൽ മെഷർ ചെയ്തിട്ടുള്ള ആ ഒരു അളവുണ്ടല്ലോ, ആ ഒരു മെഷർമെൻറ്റ്സ് ഓരോന്നിൻ്റെതും അവർക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർ ഫോട്ടോഷോപ്പിൽ അല്ലെങ്കിൽ ഇല്ലുസ്ട്രേറ്ററിൽ വെച്ചിട്ട് സൈസ് കറക്റ്റ് ചെയ്തിട്ടാണ് അവർ ആ ഒരു മെഷീനിലേക്ക് ഇൻപുട്ടായിട്ട് ഈ ഒരു ഫയൽ കൊടുക്കുക. അതിനുശേഷം നമുക്ക് കറക്റ്റായിട്ടുള്ള ആ ഒരു അക്രിലിക് കട്ടിങ്സ് കിട്ടും. ഇതാണ് സംഭവം. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് ഇതിൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം തീർച്ചയായിട്ടും പുതിയ ഡൗട്ട്സും കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും എല്ലാ വീഡിയോസും കണ്ടിട്ട് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യുക. നമുക്ക് അടുത്ത നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരാം. അപ്പം ഈ ഒരു നിക്കാഹിനാമിൻ്റെ ഒരു എഡിറ്റിംഗ് അല്ലാതെ ബാക്കിയുള്ള, അതായത് അക്രിലിക്കിൻ്റെ ഒക്കെ എഡിറ്റിംഗ് അല്ലാതെ ബാക്കിയുള്ള ഒരുവിധം കാര്യങ്ങൾ എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീണ്ടും ചോദിക്കുക. അപ്പം നമുക്ക് അതിൻ്റെ റിപ്ലൈ ആയിട്ട് എന്തായാലും വരാം. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമുക്ക് അടുത്ത നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരാം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.